കൊല്ലം ഓയൂരിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാനിരിക്കെ പരമാവധി തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ചത് അനിതാകുമാരി തന്നെയാണോ? കുഞ്ഞിനെ മയക്കാൻ ഗുളിക നൽകിയോ? തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ ശാസ്ത്രീയ പരിശോധന വേണം. ഇതിനായി 2ാം പ്രതി അനിതാകുമാരിയെ തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലെത്തിച്ച് ശബ്ദ പരിശോധന നടത്തി. കേസിൽ 3 പേർക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന കണ്ടെത്തലിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് സംഘവും. ഹലോ, കുട്ടി സുരക്ഷിതമാണ്. കുട്ടി സുരക്ഷിതമായിട്ടിരിക്കുന്നത്. നാളെ 10 മണിക്ക് ഞങ്ങൾ വിളിക്കാം. കുട്ടി സുരക്ഷിതമായി ഞങ്ങളുടെയിലുണ്ട്. നാളെ 10 മണിക്ക് വിളിക്കാം. കുട്ടി സുരക്ഷിതമായി നിങ്ങളുടെ എവിടെ നിങ്ങൾ പോകും? അപ്പൊ നിങ്ങളൊരു 10 lakhs അറേഞ്ച് ചെയ്യണേ. ഓക്കെ. എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ അറേഞ്ച് ചെയ്യും. നാളെ 10 മണിക്ക് കുട്ടിയെ കൊണ്ടുവരാം. ഈ ശബ്ദ സന്ദേശം പത്മകുമാറിന്റെ ഭാര്യ അനിതകുമാരിയുടേതാണെന്ന് തെളിയിക്കുന്നതിനായിരുന്നു പരിശോധന നടത്തിയത്. പ്രതിയെ തിരുവനന്തപുരം ഫോറൻസിക് ലാബിലെത്തിച്ചായിരുന്നു ശബ്ദ പരിശോധന. പ്രതികളുടെ കസ്റ്റഡി കാലാവധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കൃത്യത്തിൽ 3 പേർക്ക് മാത്രമേ പങ്കുള്ളൂ എന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം. മോചനദ്രവ്യം ആവശ്യപ്പെട്ട് അനിതകുമാരിയാണ് ഫോൺ ചെയ്തതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ തിരിച്ചറിയുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. 3ാം പ്രതി അനുപമയുടെ ഡയറിയിലെ എഴുത്തുകൾ തട്ടിക്കൊണ്ടുപോകൽ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് തെളിയിക്കുന്നതിനായി കൈയക്ഷര പരിശോധനയും നടത്തും. പ്രതികൾ ഉപയോഗിച്ചിരുന്ന 3 മൊബൈൽ ഫോണുകളും പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പ്രതികളുടെ പണമിടപാടുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ തെളിവുകളും ഹാർഡ് ഡിസ്കുകളും കാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. പിടിയിലാകുമെന്ന് ഉറപ്പായതോടെയാണ് തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതെന്ന് പ്രതികൾ മൊഴി നൽകി. കുട്ടിയെ മയക്കിക്കിടത്താൻ ഗുളിക നൽകിയോ എന്നറിയാൻ രക്തമൂത്ര സാമ്പിളുകൾ അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അന്വേഷണം പൂർത്തിയാക്കി 90 ദിവസത്തിനകം കുറ്റപത്രം നൽകാനാണ് ക്രൈംബ്രാഞ്ചിന്റെ ശ്രമം. 7 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതോടെ കൊട്ടാരക്കര 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ വ്യാഴാഴ്ച പ്രതികളെ ഹാജരാക്കും. ന്യൂസ് 18 കൊട്ടാരക്കര.